വെൽക്കം ബാക്ക്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ് ഐ മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. എനിക്കറിയാം എല്ലാവരും ആർത്തി പണ്ടാറകളായിട്ട് ഇരിക്കുന്നത്. വെയിറ്റ് അത് ഇൻട്രോ അത് നിർത്തോട്ടെ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് ഓണം വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള കുർത്തി/കുർത്ത സെറ്റ്സ് ഇട്ട്. അപ്പൊ നോർമൽ കുർത്തിയും ഉണ്ട് ആൻഡ് കുർത്ത സെറ്റ്സും ഉണ്ട്. എല്ലാവരും ആക്രാന്തമതികളാവാൻ റെഡിയാണോ? അതിനെല്ലാം ഞാൻ മേടിച്ചത് മീഷോ നിന്ന ഒന്നാണ്. അപ്പൊ നേരെ വേക്കുന്നത് നമുക്ക് വേഗതര വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആരാ കണ്ടുവച്ചത് എന്റെ മുഖത്തുള്ള പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇപ്പൊ കാണാൻ എല്ലാ ടിപ്സ് പറയുമെന്ന് പറഞ്ഞിട്ട് കമന്റ് വായിച്ച് ഞാൻ കണ്ടെടുത്തില്ല. റെഡി ആയിട്ട് ഇരിക്കാറ്. കുരു വരുമ്പോ തന്നെ എനിക്കറിയാം ആരാണ് പിന്നെ അതിന്റെ പുറകെ വരാൻ പോണെന്നുള്ളത്. അത് പോരാണ്ട് ലിപ്സിന്റെ ചുറ്റും എനിക്കിങ്ങനെ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ അമ്മമാരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സൺ എക്സ്പോഷർ യെസ്. അത് കാരണം നമ്മുടെ അമ്മമാരുടെ ചീക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുമാതിരി ഇങ്ങനെ കരിഞ്ഞ പാട ഒട്ടി വെച്ചേക്കണ പോലെ ഇങ്ങനെ ഒരു പിഗ്മെന്റേഷൻ, ഒരു പ്രത്യേക തരത്തിലുള്ള ഇങ്ങനെ വിട്ട് കീറിയ പിഗ്മെന്റേഷൻ ആണ്. അപ്പൊ മമ്മിക്കും അത്യാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നന്നായിട്ട് മമ്മിയുടെ കുറഞ്ഞിട്ടുണ്ട്. ടച്ച് വുഡ് മമ്മിയുടെ ബാത്റൂമിൽ ഇപ്പൊ എടുത്തോണ്ട് വന്നതാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡെർമാക്കോന്റെ 1% കോജിക് ആസിഡ് ഫേസ് വാഷ്. പൊളിയാണ് ഗൈസ്. കാരണം ആദ്യം നമ്മുടെ സ്കിൻ കെയറിൽ 1-2 സ്റ്റെപ്സ് അല്ലെങ്കിൽ 2-3 സ്റ്റെപ്സിൽ തന്നെ നമ്മൾ സെയിം ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നുമ നന്നായിട്ട് വർക്ക് ആവുന്നത്. അപ്പൊ ഫേസ് വാഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കിന്നുമ ഭയങ്കര ജെന്റിലാണ്. ഒട്ടുമേ സ്കിന്നെ ഡ്രൈ ആക്കില്ല കേട്ടോ. ആൻഡ് മെലാനിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിനകത്തുള്ളതാണ് ആൽഫ ആർബ്യൂട്ടീൻ. ആൻഡ് അത് വെച്ചിട്ട് നമ്മുടെ സ്കിന്നുമുള്ള ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ നന്നായിട്ട് റിമൂവ് ആവുന്നതാണ് സ്റ്റെപ്പ്. നമ്മൾ സീറമിലും കൂടെ കോജിക് ആസിഡ് യൂസ് ചെയ്യാൻ ഈ ഒരു ഡെർമാക്കോന്റെ 2% കോജിക് ആസിഡ് ഫേസ് സിറം അപ്ലൈ ചെയ്യുക. സിറം എന്ന് പറഞ്ഞാൽ അറിയാലോ എത്രമാത്രം ലൈറ്റ് വെയിറ്റ് കൺസിസ്റ്റൻസി. അപ്പൊ നമ്മുടെ സ്കിന്നിലേക്ക് അത്യാവശ്യം ഡീപ്ലി പെനിട്രേറ്റ് ആയതുകൊണ്ട് പിഗ്മെന്റേഷൻ ഉണ്ട്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ടാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ഡിസ്കളറേഷന്റെ മാറ്റിയും കൊണ്ട് സ്കിന്നെ ഈവൻ ടോൺ ചെയ്യാനായിട്ടാണ് ഈ ഒരു സിറം അമേസിംഗ് ആയിട്ട് വളരെ ലൈറ്റ് വെയിറ്റഡ് ആണ്. ഒട്ടുമേ വെച്ചാൽ അപ്ലൈ ചെയ്ത് അറിയോ പോലും നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ അത് അപ്ലൈ ആയി അകത്തോട്ട് കയറി പോയി അവനവന്റെ കാര്യം അവിടെ ഇരുന്ന് ചെയ്തോളൂ. നമ്മൾ കൂടുതൽ തലവരിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഫേസ് വാഷ് സിറം യൂസ് ചെയ്തുകൊണ്ട് മെലാസ്മ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് മാറി എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും കൂടെ വരുത്തി വെക്കല്ല വേണ്ടത്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക ലോകപ്രിയരായിട്ടുള്ള ഈ ഒരു അമേസിംഗ് സൺസ്ക്രീൻ. ഒന്നും പറയാനില്ല, 1% അക്വാ സൺസ്ക്രീൻ ജെൽ. കാരണം അത്രയും വളരെ ലൈറ്റ് വെയിറ്റഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ആൻഡ് വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് കൂടെ പോകില്ല, ഒട്ടും ഭാരം തോന്നൂല, അത്രയും മാത്രം സുഖമാണ്. ആൻഡ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാവൂ. ആൻഡ് സൂര്യന്റെ പ്രകാശം അടിക്കുമ്പോഴും ഒരു തണവ് നമ്മുടെ സ്കിന്നിമ വന്നതാണ്. 50 PA+++++4 ഉള്ളത് കൊണ്ട് ഒട്ടുക്കത്തെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള സ്കിൻ പ്രൊട്ടക്ഷൻ നമുക്ക്. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഡെർമാക്കോന്റെ ഒരു യങ് സയന്റിസ്റ്റ് ഇനിഷ്യേറ്റീവ് ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ 10,000 കണക്കിന് പിള്ളേരെ ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഭൂമി ഫൗണ്ടേഷന്റെ കൂടെ ചേർന്നും കൊണ്ട്. പക്ഷെ ഇപ്പോ 15,000+ 15,000-നെക്കാട്ട് കൂടുതൽ പിള്ളേർ ഇവർ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഇതെങ്ങനെ നടക്കണം നമ്മൾ ഇവരുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഡർ അവരൊരു ചൈൽഡിലേക്ക് ലിങ്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ഒരു ഓർഡറിൽ അവരൊരു ചൈൽഡിനെ എഡ്യൂക്കേറ്റ്. നമുക്ക് എല്ലാ പ്രൊഡക്ട്സ് ബൈ ദ വൈ ഫ്രേഗ്രൻസ് ഫ്രീ ആണ്. അപ്പൊ മട്ടിച്ച് ഓടേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് കോഡ് വേണ്ട. അപ്പൊ 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മേഘ 2024 ആണ് ഇപ്പോഴത്തെ കോഡ്. നമ്മുടെ കൊല്ലം മാറിയില്ല, അപ്പൊ നമ്മുടെ കോഡ് കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇത് ഒടിച്ചു കൊടുത്താൽ മാത്രമേ 20% ഓഫ് കിട്ടുള്ളൂ കേട്ടോ. ബൈ ദ വൈ ഡെർമാക്കോന്റെ ബാക്കിയെല്ലാം പ്രൊഡക്ട്സും ഡെർമാക്കോന്റെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അത് പോരാണ്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട്, അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് അവിടെ ഹാൾ വീഡിയോട്ട് കിടക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഐറ്റം 3 പീസുകളുടെ സെറ്റ് ആയിട്ട്. അപ്പൊ ആദ്യമാണ് ഈ ഒരു റെഡ് കളറിന്റെ ഷാൾ. ഫുൾ റെഡ് ആണ് ഈ ഒരു ബോട്ടം ആൻഡ് ഇതാണ് കുർത്തി. അപ്പൊ ഞാൻ കുർത്തി ആദ്യം കാണിച്ചത് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ആക്ച്വലി ഫോട്ടോയിൽ ഞാൻ മേടിക്കുന്ന സമയത്ത് കുറച്ച് സ്കെപ്റ്റിക്കൽ ആയിരുന്നു. പക്ഷെ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭംഗിയുണ്ടാവും മേടിക്ക്. പക്ഷെ എന്നാലും ഞാൻ മമ്മി മേടിച്ച് ഇത് വന്നപ്പോഴും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇട്ടപ്പോ മൈ ഗോഡ് മുഖത്ത് അങ്ങോട്ട് തിളങ്ങി. ഞാൻ കാണിച്ചില്ലല്ലേ, കാണിക്കട്ടെ ആദ്യം. ഇതൊക്കെ ഇതാണ് കുർത്തി. വളരെ സിമ്പിൾ ആണ്, ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട്. ശരിയാണ്, കാര്യം ശരിയാണ്. പക്ഷെ ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതിനൊരു പ്രത്യേക ഒരു കളറാണ് ഗൈസ്. കാരണം ഇത് കുറേ റെഡ് ഷെയ്ഡ്സ് മിക്സ് ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കഴുത്ത് നല്ല ഭംഗിയുണ്ട്. മമ്മി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മമ്മി എന്ത് മേടിക്കുമ്പോൾ അതിന്റെ കഴുത്ത് മമ്മി പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട്. അതിന്റെ കഴുത്ത് കണ്ട നല്ല ഭംഗിയുണ്ട്. നമ്മൾ കൊടുത്ത് തയ്പ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കാറില്ല, അതുപോലത്തെ കഴുത്തിന്റെ ഡിസൈനാണ് കേട്ടോ. നല്ല രസമാണ്. വളരെ സിമ്പിൾ ഹമ്പിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പാന്റ് അഗൈൻ വളരെ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഇതിനകത്ത് ഒട്ടും ഡിസൈൻ ഇല്ല. പാന്റ് ഫുൾ നോർമൽ ആയിട്ടുള്ള ഒരു ചുരിദാറാണ്. പക്ഷെ ഇതിന്റെ കളർ കാരണമാണ് അതിനെ കാണാൻ നല്ല ഭംഗിയായിട്ട്. അപ്പൊ നല്ല എടുപ്പുണ്ട്. ബട്ട് ഡോണ്ട് വറി, നിങ്ങൾക്ക് ഇൻ കേസ് ഈ കളർ പിടിക്കില്ലെങ്കിൽ ഡോണ്ട് വറി, അത് വേറെ കളേഴ്സ് അവൈലബിൾ. അപ്പൊ ഇതിന്റെ മട്ടീരിയൽ കോട്ടൺ ആണെന്നാട്ട് പറയണത്. സോ സിൽക്ക് കോട്ടൺ ആണെന്ന് എനിക്ക് കോട്ടൺ സിൽക്ക് ആണെന്നാട്ടോ എനിക്ക് തൊട്ടിട്ട് തോന്നുന്നത്. ഞാൻ ഇടുമ്പോൾ ശരിക്കും നല്ല സുഖം ഉണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെ 3/4 ആയിട്ടുള്ള ഇതിന്റെ സ്ലീവ്സ് ആണ്.
ഇത് 4 പേരെ മേടിച്ചിട്ടുള്ളൂ, സോറി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ടു ബി ഓണസ്റ്റ്. സത്യം പറയാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടപ്പോൾ തന്നെ ഓവറോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ആൻഡ് ഇതിനകത്ത് XXL വരെ സൈസ് ഉണ്ട്, 4 സ്റ്റാർ പ്ലസ് റേറ്റിംഗ് ഉണ്ട്. പക്ഷെ 4 പേരെ മേടിച്ചോളതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് ഫോക്കസ് കൊടുക്കണില്ല കേട്ടോ. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ് 599. മീഷോന്റെ കുറെ സെലേഴ്സ് ഇപ്പൊ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ആദ്യമൊക്കെ ഞാൻ മീഷോ ഹോൾസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് അവർ ടോപ്പും ഷാളും മാത്രം തരും, പാന്റ് ഉണ്ടാവില്ല. വേണമെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ളത് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം നല്ല സെറ്റ്സിലായിട്ട് കിട്ടണം. അപ്പൊ അങ്ങനത്തെ ഒരു ഐറ്റമാണ് നെക്സ്റ്റ് 3 സെറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി കുറച്ച് കണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പാണ്. അതാണ് ഈ ഒരു ടോപ്പ്. നല്ല എന്താ പറയാ, ഫ്ലവർ പ്രിന്റ് ആയിട്ടുള്ള എന്തൊരു രസം എന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഇത് പൂരപ്പരമായിട്ട് തോന്നുന്നത് ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള ഈ ഒരു അനാർക്കലി കുർത്തി അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ളതാണ് കേട്ടോ. ആൻഡ് നോക്കിയേ, ഇതിന്റെ ആക്ച്വലി കഴുത്തിന്റെ ഈ ഭാഗത്ത് ഈ ഒരു എന്താണ് ഇതിന്റെ പറഞ്ഞ, ഞാൻ മറന്നും പോയി, ഗോട്ടാപ്പട്ടി വർക്ക്. അതെനിക്ക് ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആണ്, ഞാൻ നിങ്ങളുടെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അത്രയും കുത്തി കൊള്ളണ്ടായിരുന്നില്ല കേട്ടോ. ഭാഗ്യത്തിന് എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താ കാരണം എന്ന്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയി ഈ ഒരു ഗോട്ടാപ്പട്ടി വർക്ക് കഴുത്തിന്റെ അവിടെ കൊടുക്കുമ്പോൾ. പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഭംഗിയും വരില്ലായിരുന്നു. കുഴപ്പമില്ല, കുത്തി കൊള്ളതേലും ഭേദമാണ്. ബട്ട് സാരല്ല. എന്റെ ഇതിനകത്ത് ഫേവറേറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ വള്ളിയാണ് കേട്ടോ. എനിക്ക് തോന്നി ആദ്യം അത്ര രസം ഉണ്ടാവില്ല, പക്ഷെ ഇട്ടപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡെപ്ത്, ഒരു ഭംഗി എന്ന് വെച്ചാൽ ആ വള്ളിക്ക് വല്ല അർത്ഥം വേണ്ട ഇവിടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഡെപ്ത് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. 3/4 ആയിട്ടുള്ള സ്ലീവ്സ് ആണ്. പാന്റ് വളരെ സിമ്പിൾ ഹമ്പിൾ ബമ്പിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു പാന്റ്. സോ യെസ്. ആൻഡ് ഇതിനകത്ത് അവസാനം ഗോട്ടാപ്പട്ടി വർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് കാണൂല, അറിയൂല. അത് കാരണം പിന്നെ കുഴപ്പമില്ല, ഞാനിത് മിക്കവാറും ഉരിക്കളയും. എനിക്കിഷ്ടമല്ല കാലും എന്തെങ്കിലും ബോർഡർ വരുന്നത്. അങ്ങനെ വല്ല ഉരിക്കളയാനുള്ള സാധ്യതയാണെങ്കിൽ ഞാൻ കളഞ്ഞു. ചാളുമ അവരെന്താന്ന് അറിഞ്ഞൂടാ, ഗോട്ടാപ്പട്ടി അല്ല കൊടുത്തന്നെ ഇതുപോലത്തെ സെക്യൂനാണ് കേട്ടോ കൊടുത്തേക്കണം. മറിച്ചും എനിക്ക് കുറച്ച് ഓടായിട്ട് തോന്നി. അതുമ്മ വേറെ അല്ലെങ്കിൽ മറ്റേനകത്ത് സെക്കൻഡ് കൊടുത്താൽ മതിയായിരുന്നു. അതായാലും കുത്തി കയറും. അത് വേറെ കുറെ കളർ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ പറയണേൽ നിങ്ങൾ വീണ്ട ആവശ്യമില്ല, വേറെ കളേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കുക, കോഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ എടുക്കാട്ടോ. ഓക്കെ, അതിന്റെ മറ്റീരിയൽ ജോർജറ്റ് ആണെന്നാ പറയണത്. ഇതാണ് ജോർജറ്റ്, ഷിഫോണോ ക്രെപ്പ് എങ്ങാണ്ടോ ആണ് കേട്ടോ. ജോർജറ്റ് എന്തായാലും അല്ല, ഉറപ്പാണ് ആ കാര്യം. ആൻഡ് ഈ പാന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോട്ടൺ ആണെന്ന് കേട്ടോ. സോ യെസ്. ആൻഡ് ഇത് എത്ര പേര് മേടിച്ചിട്ടുണ്ട്? 500 പേര് മേടിച്ചിട്ടുണ്ട്. ആൻഡ് 4.1+ സ്റ്റാർ റേറ്റിംഗും ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലത്. ആൻഡ് XXL വരെ നമുക്ക് സൈസും കിട്ടണതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് 715. നമ്മുടെ നെക്സ്റ്റ് 3 പീസ് സെറ്റ് ആണ് ഈ ഒരു നല്ല അടിപൊളി മസ്റ്റർഡ് യെല്ലോ കളറിന്റെ 3 സെറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് കുർത്തി ഏതാണെന്ന് ഞാൻ ആദ്യം തപ്പിയെടുക്കട്ടെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തി. അതിനകത്ത് മാധുരി ദീക്ഷിതിടുന്ന ഇതുപോലത്തെ കളറാണ് കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാമോ. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷെ ചൂടെടുക്കാൻ സാധ്യതയുണ്ട്, കാരണം അത്യാവശ്യം സിൽക്കി ആയിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ ലുക്കിന് ഒരു കുറവില്ല, നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ ബോർഡർ, കൈമ ഇങ്ങനെ ബോർഡർ, ആൻഡ് ഇവിടെ ഫ്രണ്ടില് ഈ ഒരു സംഭവം കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ഒരു ഡിസൈനിന്റെ അത്ര വലിയ ഫാനല്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ബാക്കിയുള്ള കാര്യം അറിയിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്തിനും നല്ല മനുഷ്യത്തി. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ പാന്റ്. കേറണുണ്ടായിരുന്നില്ല, എനിക്കറിയാം ഞാൻ എങ്ങനെ ഇട്ടത്. ഭയങ്കര ടൈറ്റ് ആയിരുന്നു കേട്ടോ ഇതിന്റെ തൈസിന്റെ ആ ഭാഗം. സോ ഇതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പാന്റിന്റെ സീൻ. ചിലപ്പോൾ എന്റെ തൈ സ്കൂളിലായതിന്റെ ആയിരിക്കാം. സ്ലിം ആയിട്ടുള്ളവർക്ക് സുഖമായിട്ട് കയറും കേട്ടോ. ആൻഡ് ഇതിന്റെ ഷാളുണ്ട്, ഷാള് നല്ല പൊടിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഹായ്, നല്ല ഷാളാ. ഓക്കെ, നല്ല കളർ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പ്യോർ മസ്റ്റർഡ് യെല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്റ്റർഡ് യെല്ലോ കളർ. ഒരു സമയത്ത് ഞാൻ ഭയങ്കര മസ്റ്റർഡ് യെല്ലോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അത് മേടിക്കുമായിരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മത്. കാരണം നന്നായിട്ട് എന്നെ സ്കിന്നെ കോംപ്ലിമെന്റ് ചെയ്യും, ബിക്കോസ് മഞ്ഞത്തൊലിയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് അഗൈൻ യെസ് റിസ്ക് എടുക്കാണ്ട് മീഡിയം തന്നെയാണ് ഞാൻ മേടിച്ചത്. ആൻഡ് ഇത് എത്ര പേരാ മേടിച്ചേക്കണേ? ഓക്കെ, 200 പേരുടെ അറൗണ്ട് ആയിട്ട് മേടിച്ചിട്ടുണ്ട് ആൾക്കാർ. 4.1 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ്, അതെ നിക്ക്, ഇതിന്റെ മെറ്റീരിയൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറയട്ടെ, വിസ്കസ് സിൽക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ സിൽക്ക് ആണെന്ന് മാത്രം നമുക്കറിയാം, നമ്മൾ അതേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് 977. അതായത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ, ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ റേറ്റ് ഒക്കെ ഇല്ല, ഇപ്പോഴത്തെ റേറ്റ് ആണ് കേട്ടോ. ആൻഡ് ഞാൻ മേടിച്ച സമയത്തുള്ള റേറ്റ് ഒരു 20-30 രൂപ കൂടുതലായിരുന്നു. ഞാൻ എന്തായാലും നിങ്ങൾ പറയുന്നത് ഇതാണ് ട്ടാ. സോ വന്നപ്പോ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഫിറ്റിങ്ങിനകത്ത് ഫോട്ടോയിൽ കണ്ട പോലത്തെ ഫിറ്റിംഗ് അല്ല തോന്നുന്നത്. ടോപ്പ് ഏകദേശം പ്രശ്നമില്ല. ഇതാണ് നമ്മുടെ ടോപ്പ്. ഇതിനകത്ത് വളരെ സിമ്പിൾ ബമ്പിൾ. ഇതിന്റെ റേറ്റ് വരെ അത്രയും സിമ്പിളാ വെയിറ്റ് ചെയ്തിട്ടാ. സോ ഇതാണ് സ്ലീവ്സ് ആൻഡ് അറ്റത്ത് ബോർഡർ ഇല്ല. ഓക്കെ, ബ്ലാക്ക് ആണ് കളർ. ഇതിനകത്ത് വേറെ കളേഴ്സും ഉണ്ട് ഐ ഗസ്.
ഇല്ലില്ല, അതിനകത്ത് വേറെ കളേഴ്സ് ഇല്ല. പക്ഷെ ഇതുപോലത്തെ നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും അവിടെ ഇവിടെ ആയിട്ട്. അപ്പൊ എനിക്ക് ബ്ലാക്ക് കളറുമ്പോൾ കുറെ നാളായിട്ട് നോട്ടം ഉണ്ടായിരുന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പാന്റിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ അതിനകത്ത് കാണിച്ചിരിക്കുന്ന പലാസോ ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത്. പക്ഷെ ഇത് നോർമൽ പലാസോവും അല്ല ചുടിദാറും അല്ല, അങ്ങനത്തെ ഒരു മാതിരി പാന്റ് ആക്കി വെച്ചിട്ട്. സോ എനിക്ക് അത് ഇച്ചിരി ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പലാസോ കട്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയിൽ അത് കിടന്നേനെ. ആൻഡ് ഷാൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഷാളാണ് കണ്ട, ഇങ്ങനെ പിങ്ക് ആൻഡ് ഓറഞ്ചിന്റെ ഇങ്ങനത്തെ മിക്സ് ആയിട്ടുള്ള ഷാളാണ്. അത്യാഗ്രഹിക്കാൻ പാടില്ല, ബിക്കോസ് ഇതിന്റെ റേറ്റ് ജസ്റ്റ് 380 rupees ഉള്ളൂ. യെസ് ഗൈസ്, നമുക്ക് റെഗുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാനോ അങ്ങനത്തെ രീതിയിലാണെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം. ബിക്കോസ് ഇത് കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. നമ്മുടെ അങ്ങനെ കുർത്തി സെറ്റ്സിന്റെ ഭാഗം കഴിഞ്ഞു വിട്ടാൻ ഇനി വരാൻ പോകുന്നതാണ് കുർത്തീസ്. അതിനകത്ത് നമ്മുടെ പ്രോപ്പർ കേരള സ്റ്റൈൽ ആയിട്ടുള്ള കുർത്തിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നെട്ടണ്ട കാണിച്ചു തരാം. നമ്മുടെ കസവ് കുർത്തിയിട്ട് എന്ത് ഭംഗിയാ നോക്കിയ പൊളിയാണ്. അപ്പൊ ഇതിനകത്ത് വേറെ കുറെ വേരിയേഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ അതിനകത്തൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, സാരിയുടെ അതിനകത്ത് ഞങ്ങൾ ഭഗവാൻ പ്രിന്റ് ഉള്ളത് പരമാവധി അവോയ്ഡ് ചെയ്യാം. പരമാവധി അല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല അങ്ങനെ മേടിക്കണം. നമ്മള് കൂറായിട്ട് പിന്നെ ഒരിടത്ത് കൊണ്ടുവന്നത് ശരിയല്ല. ഭംഗിയുണ്ട് കാണാൻ, മൈപ്പിലി ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട്. ടിഷ്യൂന്റെ ആട്ടാ, ഫുൾ കംപ്ലീറ്റ് ടിഷ്യൂ ആണ്. നല്ല ഒരു കുർത്തിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ മേടിച്ച സൈസ് മീഡിയം എനിക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു നോർമൽ ലെഗിൻസ് വെച്ച് ഇതിന്റെ പെയർ ചെയ്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 830 rupees ആണ് കേട്ടോ ഇതിന്. പക്ഷെ ഇതിന്റെ ഇത്ര റേറ്റ് ആക്കിയെന്ന് എനിക്കറിയില്ല. കാരണം മേ ബി സാരിക്ക് തന്നെ, ടിഷ്യൂ സാരിക്ക് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടും പിന്നെ സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ റേറ്റും കൂടിയിട്ടായിരിക്കും. പക്ഷെ 830 ഇച്ചിരി കൂടുതലാണ്. ഒരു 600 അറൗണ്ട് ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. കാരണം മീഷോയിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് വില കുറവായിട്ടുള്ള സംഭവമാണല്ലോ കൂടുതൽ ആഗ്രഹിക്കണം, അതുകൊണ്ടാണ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർത്തി അല്ലാട്ടാ, ഷോർട്ട് കുർത്തി വെച്ചാൽ ട്യൂണിക് ആണ് കേട്ടോ. അത് നല്ല ക്യൂട്ടാണ് ഗൈസ്. ഇട്ടപ്പോ തന്നെ ഒരു പാവക്കുട്ടി ഫീൽ ആയിരുന്നു വന്നത്. ഇത് എത്ര ഉള്ളൂ കേട്ടോ ഇത്. സോ ഇങ്ങനെ നല്ല വലിയ ബ്രോഡ് ആയിട്ടുള്ള ഇതിന്റെ ബോർഡർ ആണ്. ഇങ്ങനെ ഗ്രീൻ ആൻഡ് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയല്ല. ആക്ച്വലി ഇതിന്റെ തുണി വെച്ചിട്ട് മനുഷ്യൻ ചൂടെടുത്ത് ചാവാം, ബട്ട് ലുക്ക് ഉണ്ടായിരുന്നു. ഫോട്ടോസെങ്കിലും എടുത്ത് വേഗം ഊരിയിട്ട് ആശ്വാസപ്പെടാം. അതുപോലത്തെ ഒരു ടോപ്പാണ്, നല്ല രസമുണ്ട്. ഞാൻ റെഡ് കളറിന്റെ ലെഗിൻസ് അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിട്ടാവും ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ചെയ്യാം. പട്ടുപാവാടയുടെ ഒരു വേറെ വെർഷനാണ് കേട്ടോ ഇത്. സോ യെസ്, ആദ്യം മമ്മി കണ്ടപ്പോൾ മമ്മി വിചാരിച്ചു ഞാൻ പാറുവിന് വേണ്ടി ഒരു ഉടുപ്പ് എടുത്തു. എന്ത് വേണം എന്റെ കുടുംബത്തിന്. ഓക്കെ ഗൈസ്, അപ്പോ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് അഗൈൻ മീഡിയം. എന്ത് ബുദ്ധിപൂർവ്വമാണല്ലോ, ഇത്തവണ ഒക്കെ മീഡിയമാണ് ഞാൻ മേടിച്ചേക്കണത്. അതുകൊണ്ടൊക്കെ കറക്റ്റ് പാകമാണ്. കൂടുതൽ അഹങ്കാരത്തിൽ ഇരുന്നെങ്കിൽ കാണായിരുന്നു ഇപ്പൊ എന്റെ ഹോൾ വീഡിയോ കോൾ ആവണത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് എന്നാ പറയണത്. ബട്ട് നോ, ചൂടെടുക്കണ പോലത്തെ സിൽക്ക് മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് ആണ് 353. നമ്മുടെ ഈ വീഡിയോന്റെ ലീസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത് ഞാൻ ഓർഡർ ചെയ്ത കളറല്ല വന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഒന്നുകൂടെ ദേഷ്യം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തേനെ. അതാണ് ഈ ഒരു ബ്ലാക്ക് കളറിന്റെ കുർത്തി. ആക്ച്വലി കാണാൻ ഭംഗിയുണ്ടായിരുന്നോ, ബ്ലാക്കുമ്പോൾ ഇങ്ങനെ ഗോൾഡൻ പ്രിന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ ഫിറ്റിങ്ങിനകത്ത് ഇച്ചിരി എന്തോ ഒരു അപാകത ഫീലായി. എനിക്ക് ഒന്നും അങ്ങനെ ഒരു ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഫോട്ടോയിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇതിന്റെ പുറകയിൽ ആർക്കാണ്ടോ വേണ്ടിയിട്ട് ഈ വള്ളി കൊടുത്തിട്ടുണ്ട്. വള്ളി കൊടുക്കുമ്പോൾ കുറച്ച് കഴുത്തൊന്ന് ഡീപ്പാക്കണ്ടോ. മുമ്പിലത്തെ കഴുത്ത് ഇറങ്ങിയിരിക്കണം, പുറകിലത്തെ കഴുത്ത് കയറിയിരിക്കണം. എന്നാ പിന്നെ എന്തിനാ വള്ളി കൊടുക്കാൻ പോയത്. പിന്നെ ഇതിന്റെ സ്ലീവ്ലെസിന്റെ കാര്യം പറയണ്ട. സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഒന്നാമത് എന്റെ കൈകൾക്ക് അത്യാവശ്യം ബുബ് തടിയൊക്കെ ഉണ്ട്. ആൻഡ് അതുകൊണ്ട് എനിക്ക് ഇച്ചിരി അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. സ്ലീവ്ലെസ് കൈ ഇച്ചിരി തടിയായിട്ട് ഇങ്ങനെ ഇരിക്കണം, അത് ഇനി കുറയ്ക്കണം കുന്തം. എന്നാലല്ലേ വല്ല സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോൾ കുറച്ച് മെനയായിട്ടിരിക്കുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അതർവൈസ് കുഴപ്പമില്ല. ഇങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. കളർ ചേഞ്ച് ആയിട്ടാണ് കിട്ടിയത്. പിന്നെ കഴുത്ത് കുറച്ച് ഡീപ്പായിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചത്. ബൈ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിന് സ്ലീവ്സ് ഉണ്ട് കേട്ടാ, നിങ്ങൾക്ക് വെക്കണമെങ്കിൽ വയ്ക്കാൻ മേടിച്ച സൈസ് ആണ് മീഡിയം. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ് 250. വീഡിയോ അപ്പൊ വീട്ടിൽ കാണിച്ച കുർത്തി/കുർത്ത സെറ്റ്സിന്റെ എല്ലാം കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഏതാ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. നെക്സ്റ്റ് ഏത് ഹോൾ വീഡിയോ ചെയ്യണം അതും പറയാൻ. വീഡിയോ ഇഷ്ടമാക്കി വേഗം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വ്ളോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, വേഗം കണ്ടന്റ് ആയിട്ട് വരാം പ്ലീസ്. വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ. ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ കൂടുതൽ ദിവസങ്ങളില്ല വിഷുവിന്. അപ്പൊ വേണ്ടവരൊക്കെ വേഗം തന്നെ മേടിച്ചോട്ടെ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയപ്പെടും പേരാണ് ജ്യോതി. താങ്ക് യു സോ മച്ച് ജ്യോതി ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറിന്റെ പേര് എന്റെ വരാമ്പോടെ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യാം, മേഘ പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, എന്നിട്ട് നിങ്ങളെ ഫുൾ നെയിം എഴുതാം. അപ്പൊ നെക്സ്റ്റ് ദിവസം കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. Bye-bye!